Kerala's Kollam. A 23-year-old Dr. Vandana Das was stabbed to death on May 10 at a government hospital in Kerala's Kollam district. She was stabbed by a 42-year-old school teacher who was ചവിട്ടിയിട്ടിട്ട് വന്ദനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വന്ദന നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്ത് ഡോക്ടർ വന്ദന ദാസ് മരണമടഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയും. ഈ ഒരു ദിവസത്തെ ഞെട്ടലോടെ അല്ലാതെ നമുക്ക് ആർക്കും നോക്കിക്കാണാൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടി റിലേറ്റഡ് ആണ്. കാരണം വന്ദന ചേച്ചി ഞങ്ങളുടെ സീനിയർ ആയിരുന്നു, ഞങ്ങളുടെ ഹൗസ് സർജനായിരുന്നു. പതിവ് പോലെ ക്ലാസ്സിൽ പോയ ഞങ്ങൾ അധ്യാപകന്മാരിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. തുടർന്ന് ഡോക്ടർ ആവാൻ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ എല്ലാവരും അന്ന് ഇറങ്ങിയത് സമരപ്പന്തലിലേക്കാണ്. കൊട്ടാരക്കര താലൂക്ക് ആസ്പത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒരു ദിവസം നീളുന്ന സമരം. ഞങ്ങളുടെ ആവശ്യം ഇത്ര മാത്രമായിരുന്നു: നമ്മളുടെ എല്ലാവരുടെയും പ്രിയ സഹോദരിക്ക് നീതി കിട്ടണം, ആ കാലിന് തൂക്കുകയറ് മേടിച്ചു കൊടുക്കണം. ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആവശ്യം. എന്നാൽ നാളുകൾക്കിപ്പുറം ഒരു വർഷത്തിന് ശേഷം 365 ദിവസത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് നീതിയാണ് ആ ചേച്ചി കിട്ടിയത്? ആ ചേച്ചിയുടെ അച്ഛനും അമ്മയുടെ ജീവിതം ഇരുട്ടിലായി എന്നതല്ലാതെ എന്ത് മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചത്? എന്ത് നീതിയാണ് ആ ചേച്ചി കിട്ടിയത്? ആ ചേച്ചിയുടെ കാലനായിട്ടുള്ള സംഗീതം എന്ത് സർക്കാരിന്റെ ചെലവിൽ നിന്ന് എന്ത് നല്ല ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണോ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതി, നമ്മളുടെ നിയമസമ്പ്രദായം? ഓരോ മെഡിക്കൽ സ്റ്റുഡൻറ്റിനും ഡോക്ടർ വന്ദനദാസ് എന്നത് പേടി സ്വപ്നമാണ്. കാരണം ഇന്ന് വന്ദന ചേച്ചിയാണ്, നാളെ ഞാനായിരിക്കാം, ഞങ്ങളുടെ ഡോക്ടർ സമൂഹത്തിലെ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ആരായാൽ പോലും ഇതിൽ വലിയ മാറ്റമൊന്നും അന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഡോക്ടർമാരുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒത്തുചേർന്ന് പറയേണ്ട മറ്റൊരു വിഭാഗമാണ് നമ്മൾ നഴ്സുമാർ. അവർക്കും എന്ത് റെസ്പെക്റ്റാണ് കിട്ടുന്നത്? രാപ്പകലില്ലാതെ പണിയെടുക്കുകയും എല്ലാ രോഗികളുടെയും മലമൂത്ര വിസർജനം പോലും എടുക്കുന്ന നഴ്സുമാർ പോലും എന്ത് റെസ്പെക്റ്റാണ് നമ്മുടെ കേരളമാക്കി കൊടുക്കുന്നത്? ഇത്രയും പഠിച്ചിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും രാപ്പകലില്ലാതെ സേവനം അനുഷ്ഠിച്ചിട്ടും ഇതിൽ കൂടുതൽ ഒരു ബഹുമാനമൊന്നും നമ്മുടെ സമൂഹം അവർക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയല്ലേ എല്ലാവരും ഇവിടുന്ന് ജോലി രാജിവെച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഓരോ ദിവസവും ഒരു നൈറ്റ് ഡ്യൂട്ടി പോലും ഇവിടെ നിൽക്കാൻ എല്ലാവർക്കും പേടിയാണ്. നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ, സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ, എല്ലായിടത്തിലും ഡോക്ടർമാരെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. ഒരു വന്ദനദാസ് പോലും കേരളത്തിൽ, ഇന്ത്യയിൽ ഇനി ഉണ്ടാവാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് പോലും നമ്മൾ പല പല വാർത്തകൾ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഡോക്ടർമാരോടുള്ള ഇൻജസ്റ്റിസ് അല്ലേ? ഒരു ഡോക്ടർമാരെ വളരെ ബ്രൂട്ടലി ഇതുപോലെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോകൾ നമ്മൾ നിത്യേന കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് നമ്മുടെ നാട്ടിൽ സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്? ഒരു പനി വരുമ്പോൾ നമ്മൾ കാണിക്കും, കാരണം നമുക്ക് നമ്മുടെ ജീവൻ പ്രധാനമാണ്. അതുപോലെ തന്നെയല്ല അവർക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും കുടുംബക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ. നാട്ടിൽ മറ്റൊരു വന്ദനദാസ് ഇനി ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഓരോ ഡോക്ടറിന്റെയും ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം.